എനിക്കെന്നാ കുഴപ്പം? അല്ല, ആക്സിഡന്റ്. ആക്സിഡന്റോ? ആക്സിഡന്റ്. നാൻസി, ഈ കൊച്ചിന് എന്നാ പറ്റി? എന്നാ പറ്റി മോളെ? ആരോ റജിയെ വിളിച്ചിരുന്നു. അവര് അപ്പച്ചൻ ആക്സിഡന്റ് ഉണ്ടായെന്നും അപ്പച്ചൻ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. റജി അത് കേട്ട പാടെ ഇവിടുന്ന് ഇറങ്ങിയതാ മെഡിക്കൽ കോളേജിലേക്ക്. എന്റെ കുഞ്ഞിന് അപ്പൊ എന്തോ ചതിയുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്ന അപ്പച്ച. ആരായിരിക്കും കള്ളം പറഞ്ഞ് റജിയോട് വരാൻ പറഞ്ഞത്? ആരായിരിക്കും? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പച്ച, ഇന്ന് റജി വന്നപ്പോ ഒരു കൂട്ടം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് വെളുത്താത്രീന് വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയില്ല. കൊല്ലൂന്നത്ര ഭീഷണി. കേട്ടോ? മോള് പറഞ്ഞത് കേട്ടോ ചായ? എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. എന്നാലും ഒരു ഫോൺ കോൾ വന്നപ്പോഴേക്കും അവൻ ചാടി കയറി പുറപ്പെട്ടല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഒന്നും സംഭവിക്കത്തില്ല മോളെ, ഒന്നും സംഭവിക്കത്തില്ല. സമ്മതിച്ച് തന്നിരിക്കുന്നളിയാ. നിന്റെ ഒപ്പം ഇറങ്ങി പുറപ്പെടുമ്പോ ഇത്രയും ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. തലയിൽ നല്ല ആൾതാമസം ഉള്ളവനെ ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ കഴിയും? സംശയമുണ്ടോ? രാഷ്ട്രീയമായിരുന്നു ടോമിക്ക് പറ്റിയ പണി. സമയവും കാലവും ഒത്തുവരുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കരുത്. അതാ ഞാൻ പഠിച്ച പാഠം. ഇനി ഈ നാട്ടുകാർ പാടി നടക്കാൻ പോകുന്ന എന്താണെന്നറിയൂ? കത്രീന സ്വന്തം മരുമകനെ കൊന്നു. താലോലിച്ചു വളർത്തിയ മകള് പോലും അതിനൊരു അപവാദമാകില്ല. ചുരുക്കി പറഞ്ഞ, മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയാവും കത്രീനയുടെ ഇനിയുള്ള സഞ്ചാരം. കൈയും കാലും ശരീരവും ഒക്കെ വരിഞ്ഞു കെട്ടാൻ പോകുന്നു. കുലമഹിമ പാടെ ഇല്ലാതാവും പോകുന്നു. എങ്കിൽ പിന്നെ ഇനി എന്തിനാടാ വെളുപ്പ്? കൊലയാളി കത്രീന അതല്ലയോടെ ഏലിയാസെ ബെസ്റ്റ്. ഈ കൊലയാളി കത്രീനെ എനിക്കൊന്ന് കാണണമല്ലോടാ ഏലിയാസെ. ഏതായാലും ഇപ്പൊ വേണ്ട, കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കൊഴിക്കട്ടെ. കത്രീനെ കൊല ചെയ്തെന്ന് നാട്ടുകാർക്കൊരു ബോധ്യം വരട്ടെ. അതെ, അതാ നല്ലത്. എല്ലാവരും പാവിയെ കല്ലെറിയുമ്പോൾ കൂട്ടത്തിൽ നമ്മളും എറിയുന്നു. ഏറുകൊണ്ട് ശരീരത്തിന് ചോര പൊടിയുമ്പോഴാവണം നിങ്ങളുടെ കൂടിക്കാഴ്ച. വർഷങ്ങളായി കത്രീനയോട് മത്സരിച്ച് പരാജയപ്പെട്ടവനാ എൻ്റെ അപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ മകനായ എന്നെ അതേ ത്രാസിലിട്ട അവള് തുലനം ചെയ്തത്. അത് അവൾക്ക് പറ്റിയ തെറ്റ്. ശക്തമായ പോര് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ കളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ പോര് തുടങ്ങിയപ്പോ ശത്രുവിന്റെ ചിറകൊടിഞ്ഞു. എന്നാ ഉറപ്പിക്കണ്ട, ചതി പറ്റിയെന്ന് ബോധ്യം വന്നാ തിരിച്ചു ചതിക്കും. അതിനുള്ള ശക്തിയും അനുഭവ സമ്പത്തും ആർക്കും ഉണ്ട്. എടാ ഏലിയാസേ, ഈ കത്രീനയുടെ ശക്തി സ്വന്തം മോളാ. മോളില്ലെങ്കിൽ പിന്നെ കത്രീന ഇല്ല. ഈ റോസ് എന്ന സുന്ദരിയുടെ ദൃഷ്ടിയില് ഈ കത്രീന ആരാ? സാത്താന്റെ സന്തതി തന്നെ അല്ലയോ? പിന്നെ എങ്ങനെ പിടിച്ചു നീക്കോടാ അവള്? മിക്കവാറും മോളുടെ കൈ കൊണ്ട് തന്നെ അമ്മ തീരും. അതെ, അതാ സംഭവിക്കാൻ പോകുന്നേ. അമ്മയും മോളും തമ്മിലുള്ള കലഹവും അതിന്റെ അവസാനവും എനിക്ക് നേരി കണ്ടൊന്ന് ആസ്വദിക്കണം. പറ്റുമെങ്കിൽ മോക്ക് അമ്മയോടുള്ള അടങ്ങാത്ത കലി മുതലെടുത്തുകൊണ്ട് അവളുടെ മനസ്സിൽ എനിക്കൊരിടം നേടിയെടുക്കണം. ഒരിക്കല് അപ്പച്ചൻ എനിക്കായി അവൾ ആലോചിച്ചത്. അന്ന് തല താഴ്ത്തി നാണം കെട്ട് പള്ളിയിൽ നിന്നിറങ്ങി പോരാനായിരുന്നു അപ്പൻ്റെ മോൻ്റെ വിധി. ആ വിധി എനിക്കൊന്ന് പൊളിച്ചെഴുതണം. കഴിയുമെങ്കിൽ റോസിനെ എൻ്റെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരണം. കെട്ടിയോളും കെട്ടിയവനുമായി ജീവിക്കാനൊന്നും അല്ല, അമ്മയ്ക്കെതിരെ മോളെ കൂടുതൽ ശക്തയാക്കാൻ. അമ്മയുടെ തകർച്ച പൂർണ്ണമായ അമ്മ സ്നേഹിച്ച മകളെ ചിരിച്ചുകൊണ്ട് കഴുത്തറത്തു കൊല്ലാൻ. കാര്യമൊക്കെ ശരിയാ. എൻ്റെ പെങ്ങൾ ആലീസിന്റെ ചോരയാ റോസ്, അത് മറക്കരുത്. ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ അവൾക്ക് ഇങ്ങനെ ഒരു അങ്കിളിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. അങ്കിൾ ആണോന്ന് തന്നെ അവൾക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഞങ്ങൾക്കും അലിയുടെ ആലിയാസേ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു രക്തബന്ധത്തിന്റെ കാര്യം എഴുന്നള്ളിക്കുന്നത്.
മദ്യം തലക്കിയെന്നെങ്കിൽ ഇനി ഉറങ്ങാം. എത്രയും പെട്ടെന്ന് നേരം വെളുക്കണം. ക്ഷമ തീരെയില്ല, തീരെ. വാടാ. കരയാതെ മോളെ. റെജി ഏതെങ്കിലും കൂട്ടുകാർക്കൊപ്പം കമ്പനി അടിച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്ന് കരുതി ഞാൻ സമാധാനിച്ചാന്. പക്ഷെ ഇവിടെ ആരോ റജി ചതിയിലൂടെ കൂട്ടിക്കൊണ്ട് പോയിരിക്കല്ലേ. മാത്രമല്ല, എവിടെ പോയാലും ശരി, വൈകുവാണെങ്കിൽ എന്നെ വിളിച്ചറിയിക്കാതെ ഇരിക്കത്തില്ല. ഇനിയിപ്പൊ എവിടെ പോയ അമ്മച്ചി നമ്മളൊന്ന് തിരക്കുക. അപ്പച്ചൻ പോയിട്ടുണ്ടല്ലോ മോളെ. മടങ്ങി വരുന്നവരെ മോളൊന്ന് ക്ഷമിക്കേ. എനിക്ക് ആകെ ഒരു ഭയം പോലെ, എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. ആ, ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവനും അത്തരത്തിലുള്ള കാര്യങ്ങളല്ലയോ. പിന്നെ എങ്ങനാ ചങ്കിടിപ്പ് കൂടാതിരിക്കുന്നേ? ആരും ഒന്ന് വിളിക്കുന്നത് പോലും ഇല്ലല്ലോ. ആ, മോളെ റെജി ആയിരിക്കും. ഹലോ മോളോ, ഇത് അമ്മച്ചിയാണടി. കൊന്നോ? നിങ്ങൾ എന്റെ രജയെ കൊന്നോ? എന്റെ കെട്ടുതാലി നിങ്ങൾ അർത്ഥ മാറ്റിയോ? എന്തൊക്കെയാണ് മോള് നീ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ രജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ രജിക്ക് ഒന്നും സംഭവിക്കില്ല. എന്താ എത്ര ഉറപ്പ്? നിങ്ങൾ എന്റെ രജ എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയാണോ? അയ്യോ, എന്നാലും കുഴപ്പമില്ല. എന്റെ രജി ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. അമ്മച്ചി ഇവിടെ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥനയോടെ ഇരിക്കുക. രജി തിരിച്ചു വരുന്നത് വരെ ആ പ്രാർത്ഥന തുടരും. എന്റെ അമ്മയെ കൊന്നിട്ട് ഇത്രയും കാലം മുട്ടോത്തി പ്രാർത്ഥനയായിരുന്നില്ലേ? അതുപോലെ എന്റെ രജിയുടെ കാര്യത്തിലും തുടങ്ങാണോ? അയ്യോ, എന്താ മോളെ ഇതൊക്കെ? നാട്ടുകാരനെ മുന്നിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാൻ പോവാ കത്രീനമ്മേ. നിങ്ങളുടെ നാശം തുടങ്ങാൻ പോവാ. അടങ്ങിയിരിക്കില്ല ഞാൻ. അയ്യോ, അച്ചോ, അച്ഛൻ അറിഞ്ഞോ? ചന്തക്കവലെ വെച്ച് എന്റെ മോന്റെ അമ്മാവി അമ്മ ഒരു പരസ്യ പ്രസ്താവന നടത്തി. എന്റെ മോനെ കൊന്ന് ആഴക്കടലിൽ മുക്കുവെന്ന്. അച്ഛൻ അറിയാലോ, വെളുത്ത കത്രീന പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നവളാ. അവള് പ്രവർത്തിച്ചോ, അവള് കൊന്നച്ചോ, അവൾ എന്റെ കുഞ്ഞിനെ കൊന്നച്ചോ. താൻ എന്നാ വിവരക്കേടാണോ ഈ പറയുന്നത്? കത്രീന അമ്മ റജിയെ കൊല്ലേ. കാള വെറ്റെന്ന് കേട്ടാ കയറെടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ താനിപ്പോ ചെയ്യുന്നത് ആ പണിയാ. പിന്നെ എന്റെ മോൻ എങ്ങോട്ട് പോയി? ഭൂമി തുറന്ന് പാറക്കെട്ടിനുള്ളിലേക്ക് ആണ്ടുപോയോ? അവൻ വരും. താൻ തിരികെ വീട്ടിലെത്തുമ്പോഴേക്ക് അവൻ അവിടെ ഉമ്മറത്തുണ്ടാവും. അതുകൊണ്ട് താൻ വെറുതെ ബഹളം വെച്ച് ഇവിടുത്തെ ചന്ത നാട്ടുകാരെ ഇളക്കാതെ. നാട്ടുകാർ ഇളകട്ടച്ചോ. അവർക്കൊക്കെ ആരായിരുന്നു വെളുത്ത കത്രീന? മാതാവിന്റെ പ്രതിരൂപം, മനുഷ്യദൈവം. എന്നിട്ട് എന്നാത്തിനാണച്ചോ എന്നെ മണ്ണ് മാറ്റി കുഴിയിലേക്ക് വെക്കുമ്പോ ഒരു പിടി മണ്ണ് വാരി വിതറേണ്ട എന്റെ മോന്റെ ആയസ് എന്നേക്കാ മുമ്പേ അവൾ അങ്ങോട്ട് എടുത്തത്. എന്നാ അച്ഛന് മിണ്ടാട്ടം മുട്ടിപ്പോയോ? എന്തെങ്കിലും ഒന്ന് വാതറന്ന് പറയച്ചോ. നൈനാം പറയണതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ കത്രീനാമ്മ ചെയ്തത് മാപ്പർഹിക്കാത്ത ശിക്ഷയാണ്. അതിന് തക്ക പ്രതിഫലം അവർക്ക് തിരിച്ചു കിട്ടിയേ മതിയാവും. പക്ഷേ ഒരു സംശയത്തിന്റെ നിഴലിലാണ് നൈനാനിപ്പോ. സത്യം എന്നതാണെന്ന് കർത്താവിന് മാത്രമേ അറിയൂ. കർത്താവിന് അറിയാവുന്ന സത്യാ ഞാൻ വിളിച്ചു കൂവിയത്. എന്റെ മോൻ പോയി. എന്റെ മോനെ അവള് കൊന്നു.
ഇനി ആർക്കു വേണ്ടി അച്ഛാ ഞാൻ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ ഞാൻ സമ്പാദിക്കുന്നത്? മോനെ, ഈ പറയണതൊന്നും ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല കത്രീനാമ്മേ. പലതും കേട്ടു. പള്ളി നീ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് വരെ എല്ലാരും പറയുന്നത് ഒന്ന് തന്നെയാ. അതിലെന്നതേലും സത്യമുണ്ടോ എന്ന് അറിയണം. അറിഞ്ഞിട്ടേ ഞാനിവിടുന്ന് പോവൂ. സത്യങ്ങൾ അറിയാൻ വന്ന അച്ഛനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ കുഞ്ഞിനെ ഞാൻ വിധവയാക്കോ? എന്റെ കുഞ്ഞിന്റെ കണ്ണീരൊഴുത്താൻ ഞാൻ നിമിത്തമാകുമോ? പിന്നെ റെജി എവിടാ? മാലാഖയെ കൂട്ടങ്ങ് ആകാശത്തോട്ട് പറന്നുപോയോ അതോ ആഴക്കടലിലേക്ക് താണുപോയോ? ചോദിച്ചത് കേട്ടില്ലേ റെജി എവിടാന്ന്? ഉത്തരം വേണ്ട. പക്ഷെ എനിക്കറിയാം നടന്നത് എന്നതാണെന്ന്. എന്നാ നടന്നത്? വിവരദോഷികൾ വിളിച്ചു പറയും കത്രീന റെജിയെ കൊന്നെന്ന്. അത് കേട്ട് അച്ഛനും എന്നെ പ്രതിയാക്കുവാണോ? കത്രീനാമ്മേ, റെജിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നടന്നത് നിങ്ങളീ പറയുന്ന വിവരദോഷികളല്ല, നിങ്ങൾ തന്നെ. അതിന് ഈ മേലത്തുറയിൽ സാക്ഷികളും ഉണ്ട്. ഒന്നല്ല, ഒരുപാട് പേര്. റെജിക്കെതിരെ ഞാൻ കൊലവിളി നടത്തിയിരുന്നു. അത് പെട്ടെന്നൊരു ആവേശത്തിൽ ചെയ്തതാ എന്ന് കരുതി ഈ കൈകളിൽ അവന്റെ രക്തം പുരളാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുകയുമില്ല. വേദാന്തം മതി കത്രീനമ്മേ. നിങ്ങൾ എന്നും സ്നേഹിച്ചിട്ടുള്ളത് റോസിനെ മാത്രമാണ്. നിങ്ങൾ ആശിച്ചതും അവളെ നിങ്ങൾക്ക് മാത്രമായി വിട്ടുകിട്ടണമെന്ന്. അതിനിടയിലെ അവൾക്കൊരു ഭർത്താവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. മനുഷ്യന് സാധാരണ ചിന്ത വരാൻ നിമിഷ നേരം മതി. ആ നേരത്ത് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കർത്താവിന് നിരക്കാത്ത പണികളാവും. ഇന്നലെ അവളുടെ അമ്മയെ, ഇന്ന് ഭർത്താവിന്, എല്ലാരെയും കൊന്നൊടുക്കിയത് നിങ്ങൾക്കും റോസിനും ഇടയിൽ വിലങ്ങ് തടിയായി ആരും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടല്ലേ? മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, ആരെയും കാണുകയും വേണ്ട. അങ്ങനെ ആരെയും കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും നിങ്ങൾക്കിനി കഴിയില്ല കത്രീനാമ്മേ. ആൾക്കാർ പാടി നടക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരു വരവിങ്ങി വരും. ശത്രുക്കൾ മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന, വീരവനിതയായി ആരാധിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും. വരട്ടെ, എല്ലാരും വരട്ടെ, വന്നെന്നെ കൊല്ലട്ടെ. അതായിരിക്കും എന്റെ വിധി. സന്തോഷത്തോട് ഞാൻ അത് സ്വീകരിക്കാൻ വച്ചോ. ഒന്ന് നിൽക്കച്ചോ. റെജിയെ കാണാനില്ലെന്നേ അറിഞ്ഞിട്ടുള്ളൂ. വേറൊരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ല. മെഴുകുതിരി കൊളുത്തി മനസ്സുരുകി കർത്താവിനെ വിളിക്കണം. അവൻ മടങ്ങി വരാനായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കെന്റെ കുഞ്ഞിനെയും. റെജി, നീ എവിടെയാ? പറയടാ, നീ എവിടെയാ? ഒന്ന് വിളിക്കെങ്കിലും ചെയ്യ്. ഇല്ലെങ്കിൽ റജി, നീ മടങ്ങി വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല. സത്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. അമ്മച്ചി, റജി അവനൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുമല്ലേ മോളെ, അവൻ വരും. അവൻ വരുമോ ഇല്ലയോ എന്ന് കർത്താവിനല്ല നാൻസി നിശ്ചയം, കത്രീനമ്മയ്ക്ക. അവർക്കേ അറിയാൻ കഴിയൂ എന്റെ മോനിപ്പോ ജീവനോടെ ഉണ്ടോ അതോ. എന്നാലും സ്വന്തം മരുമോനെ ഇല്ലാതാക്കാൻ ഒരു അമ്മയ്ക്ക്, സ്വന്തം മരുമകനെ ഇല്ലാതാക്കാൻ ഒരു അമ്മയ്ക്കും കഴിയില്ല. പക്ഷേ നമ്മുടെ മോൻ അവരുടെ സ്വന്തം മരുമകനാണോ? ഏതോ നേരത്തെ ഒരു കൊച്ചിനെ എടുത്തു വളർത്തി. അവള് വിവാഹപ്രായമെത്തിയപ്പോ അവൾക്കൊരു പയ്യനെ തേടി പിടിച്ചു കൊടുത്തു. അതുമാത്രം അവരുടെ ദൃഷ്ടിയിൽ റെജി.
അപ്പോ അവൻ ചത്താലെന്ത് ജീവിച്ചാലെന്ത്? കുറച്ചു ദിവസമായിട്ട് റജി സംസാരിച്ചിരുന്ന മുഴുവൻ മരണത്തെ കുറിച്ചായിരുന്നു. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വിഷയമായതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ വിലക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ ആ വാക്കുകളൊക്കെ അறம் പറ്റിയോന്ന സംശയം. ഇല്ല, നിങ്ങളൊക്കെ എന്നാത്തിനെ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നേ? എന്റെ മോന് ഒരു ആപത്തും ഉണ്ടായി കാണത്തില്ല. ഏതോ കൂട്ടുകാരോടൊപ്പം ചുറ്റി അടിക്കുന്നുണ്ടാവും. കറക്കം കഴിയുമ്പോ മടങ്ങി വരും, ഉറപ്പാ. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നേ. കൂട്ടുകാർക്കൊപ്പം അധികം കറങ്ങാൻ പോകാറില്ല നമ്മുടെ മോൻ. പോയാൽ തന്നെ 3-4 മണിക്കൂർ, അതിനപ്പുറം പോകാറില്ല. ഉവ്വോ, ഇതിപ്പോ ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വിവരം പോയിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പച്ച, എന്റെ റജിക്ക് എന്തെങ്കിലും സംഭവിക്കരുതേ എന്ന് അപ്പച്ചനുള്ളൊരുക്കി പ്രാർത്ഥിക്കുക. പക്ഷേ എനിക്കെന്തോ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞ അജ്ഞാതര് ഫോൺ ചെയ്തിരിക്കുന്നേ. അത് സത്യമാകാത്ത സ്ഥിതിക്ക് വിളിച്ചവർ മിത്രങ്ങളല്ല, ശത്രുക്കൾ തന്നെയാണ്. ആരാന്ന് നോക്കച്ചു നേരെ. ആരാ അച്യുത? റിസോർട്ടിന്റെ മാനേജറാ. റജിയെ കാണാനില്ലെന്ന വാർത്ത സത്യമാണോ എന്നറിയാൻ വിളിച്ചതാ. അച്യുത, എന്നാ കത്രീനാമേ? തനിക്ക് സങ്കടമുണ്ടാവുമ്പോ മനസ്സമാധാനം കിട്ടാറായി താൻ വിളിക്കാറുള്ളത് ഗുരുവായൂരപ്പനെയല്ലേ? വിളിച്ചാ വിളി കേൾക്കുമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കച്ചു നായരെ. റജി എത്രയും പെട്ടെന്ന് മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കണുണ്ട്, നെഞ്ചു പൊട്ടി വിളിക്കണുണ്ട്. റജിമോ മടങ്ങി വരാനായി. റജി മടങ്ങി വന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിന് അവളുടെ എല്ലാമായ ഭർത്താവ് നഷ്ടപ്പെടും. റജിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ എല്ലാരും എന്നെ ഒരു കൊലയാളിയാക്കും. റോസ് മോള് പോലും റജിയെ ഞാൻ കൊന്നേ പറയൂ. അത് അതിലേറെ സങ്കട. വന്നേ തീരൂ അച്യുത നായരെ. റജി മടങ്ങി വന്നേ തീരൂ. അവനെ ഇങ്ങ് തരണേ കർത്താവേ. എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തരുതേ. എന്റെ ഈശോയെ.
ആഹാ, അച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാച്ചോ അച്ഛൻ എന്നാ ഒരുമാതിരി? ആ ടോമിയെ ഞാൻ വഴി വെച്ച് കണ്ടിരുന്നു. അവൻ ഏതാണ്ടൊക്കെ വളവളാന്ന് പറഞ്ഞു. കേട്ടതൊന്നും അപ്പടി ഞാൻ വിശ്വസിച്ചില്ല. ടോമിക്ക് കത്രീനാമ്മയോടുള്ള ശത്രുത നമുക്കറിയാവുന്നതല്ലയോ. പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നതാച്ചോ? എന്നതാണെങ്കിലും ഒന്ന് പറയേ. ഇവിടെ എല്ലാവരും ആദ്യ കയറി ഇരിക്കുക. അത് ടോമി പറഞ്ഞത് വെറും വാക്കല്ല, ഇത്തിരി സത്യമുണ്ട്. താനാ കുടുംബനാഥൻ. ഒരു വിഷമം വരുമ്പോ ഒക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടവൻ താനാ. അതുകൊണ്ട് വിവരം അറിഞ്ഞ പാടെ ഞാനിങ്ങോട്ട് ഓടുകയായിരുന്നു. തന്നോട് കണ്ടതൊക്കെ തുറന്നു പറയാം. പറയച്ചോ, എന്നതാ അച്ഛൻ കണ്ടത്? അലമുറയിട്ട് എല്ലാരെയും വിവരം ധരിപ്പിക്കരുത്. ബോഡി വരുമല്ലോ, അപ്പോ എല്ലാരും എല്ലാം അറിയുമല്ലോ. ബോഡി? ആരുടെ ബോഡി? ആരുടെ ബോഡി? സമാധാനമായിട്ടിരിക്കേ. ആരുടെ ബോഡി? സമാധാനമായിട്ടിരിക്കേ. കർത്താവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. ഇച്ചായനെ കണ്ടില്ലയോ? കണ്ടു. അല്ല, 24 മണിക്കൂറും ബാക്കിയുള്ളവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നടക്കുന്ന അച്ഛന് ഇതെന്നാ പറ്റി? എനിക്ക് എന്നാ പറ്റിയേ? ഒന്നും പറ്റാഞ്ഞിട്ടാന്നോ അച്ഛൻ്റെ ഈ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? അതെ, കണ്ണിനെന്തോ ഒരു സുഖമില്ല. കണ്ണിനാന്നോ മനസ്സിനാന്നോന്നാ എനിക്ക് സംശയം. എന്നതാ അച്ചോ എന്റെ റെജിമോന്? റോസ് മോൾ എവിടാ? അകത്തിരുന്ന് കരയുക. എന്നാ അച്ചോ? അല്ല, കടപ്പുറത്ത് ഒരു ജഡമടിഞ്ഞു. മുഖമൊക്കെ മത്സ്യങ്ങൾ കൊത്തി വികൃതമാക്കിയിരുന്നത് കൊണ്ട് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാ കണ്ടവര് പറഞ്ഞേ. അതറിഞ്ഞപ്പോ മുതലേ കടൽക്കരയിൽ അടിഞ്ഞ ജഡം റജിയുടേതല്ലാന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പക്ഷെ ജഡത്തിൽ കണ്ട വസ്ത്രങ്ങള് അത് റജിയുടേത് തന്നെയാ. ഫാദർ, എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ? എന്റെ രജയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു. രജയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, ഒരു കുഴപ്പമില്ല. അവൻ നമ്മളെക്കാൾ ശാന്തി സമാധാനവും അനുഭവിക്കുക. എന്നുവെച്ചാ? മോള് പേടിക്കുന്ന പോലൊന്നുമില്ല. അവൻ ഉടനെ മടങ്ങി വരും. ഇതുവരെ രജി പിന്നെ എവിടെയായിരുന്നു? അത് അവൻ ഇങ്ങോട്ട് വരികയല്ലേ, നേരിട്ട് തന്നെ ചോദിക്കേ. എന്റെ ക്ഷമ പോകുന്നു ഫാദർ. ഒന്ന് പറ, അവൻ എവിടെയാണെന്നൊന്ന് പറ. ഇതുവരെ റജിയെ കാണാത്തതിലായിരുന്നു, അവനെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിയാത്തതിലായിരുന്നു വിഷമവും സങ്കടവും ഒക്കെ. ഇപ്പോ അവനൊരു കുഴപ്പവുമില്ല എന്ന് ഞാനിതാ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിലും വിശ്വാസം വരാതെ വീണ്ടും ചോദിക്കുക അവൻ എവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്താ ഫാദർ കുഴപ്പം? അവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അതൊന്ന് പറഞ്ഞൂടെ?